ഹായ് ഹലോ ഫ്രണ്ട്സ്, മോഡേൺ ഫാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വർക്ക് ചെയ്തത് തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ഞനത്താണ് ചെയ്തത്. ഇവിടെ 2 കിച്ചണും പിന്നെ അതുപോലെ തന്നെ 2 വാർഡ്രോബിന്റെ ലോഫ്റ്റ് ഏരിയ എന്നീ വർക്കുകളാണ് ഈ ഒരു വീട്ടിൽ ചെയ്തു കൊടുത്തത്. വളരെ പഴയൊരു കിച്ചണാണ്, പിന്നെ അതുപോലെ തന്നെ പഴയൊരു വീടും പഴയ രീതിയിലുള്ള സ്ലേവ് വാർത്ത ഒരു കിച്ചണും പിന്നെ അതുപോലെ തന്നെ ലോഫ്റ്റ് ഏരിയയിലൊക്കെ സ്ലേവ് വാർത്തിട്ടുള്ള ആ ഒരു ഏരിയ ആണ് ഇവിടെ നമുക്ക് കബോർഡിന് സെറ്റ് ചെയ്യാനായിട്ടുള്ളത്. വാർഡ്രോബും അതേപോലെ തന്നെയാണ്, പഴയ രീതിയിലുള്ള ഒരു വാർഡ്രോബാണ്. അപ്പോൾ ബഡ്ജറ്റ് ലെവലിൽ വളരെ ചിലവ് കുറച്ച് ഇവർക്ക് ഈ ഒരു വാർഡ്രോബും പിന്നെ അതേപോലെ തന്നെ അതുപോലുള്ള ഈ ലോഫ്റ്റ് ഏരിയയും കവർ ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വാർഡ്രോബും പിന്നെ അതേപോലെ ലോഫ്റ്റ് ഏരിയയും ഈ ഒരു രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തത്. ഇത് വളരെ ബഡ്ജറ്റ് ലെവലിൽ ജസ്റ്റ് ഫ്രെയിം ചെയ്തിട്ട് ഒരു 3 ഡോർ പാർട്ടിഷനായിട്ട് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെയാണ് ഇതിലെ ലോഫ്റ്റ് ഏരിയയും ചെയ്തത്. മിറാക്കിയുടെ PVCയുടെ ലാമിനേറ്റഡ് ഷീറ്റാണ് വാർഡ്രോബിനും ലോഫ്റ്റ് ഏരിയക്കും കൂടി നമ്മൾ ചെയ്ത ആ ഒരു ഷീറ്റ്. അപ്പോൾ ഇതേപോലെ നമുക്ക് പണ്ടത്തെ ആ ഒരു വീട്ടിലെ വാർഡ്രോബും പിന്നെ അതേപോലെ ലോഫ്റ്റ് ഏരിയയും ഒക്കെ വളരെ ബഡ്ജറ്റ് ലെവലിൽ നമുക്ക് ജസ്റ്റ് കവർ ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കും. കിച്ചണിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അലുമിനിയം, ഇലക്ട്രോപ്ലേറ്റഡ് അലുമിനിയം ആണ് കിച്ചണിലും പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് കിച്ചണിലും ചെയ്തത്. ഇവിടെ കിച്ചണിൻ്റെ മുകൾ ഭാഗത്തായിട്ട്, അതായത് മിഡിൽ ബോക്സ് ആയിട്ട് ഒരു L ഷേപ്പിൽ ഒരു 2 ബോക്സ് കൊടുത്തിട്ടുണ്ട്. L ഷേപ്പിൽ ഒരു ബോക്സും പിന്നെ അതുപോലെ GTPTക്ക് ഒരു ബോക്സും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഈ ഒരു കിച്ചണിൽ എല്ലാ അക്സസറീസുകളും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമൂലം ഇവിടെ അക്സസറീസുകളായിട്ട് നമ്മൾ എല്ലാതും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ലോഫ്റ്റ് ഏരിയ കവർ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ക്രീം കളറാണ്. അപ്പോൾ ഇതേപോലെയുള്ള പഴയ കിച്ചണും നമുക്ക് ജസ്റ്റ് മേക്ക് ഓവറായി എടുക്കാൻ ഇതേപോലെ ഫ്രെയിം ചെയ്തിട്ട് നമുക്ക് ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പഴയ കിച്ചണിൽ നിന്ന് വളരെയധികം മേക്ക് ഓവറായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇതാണ് ഇവിടുത്തെ ബോട്ടൺ ഏരിയ. ബോട്ടൺ ഏരിയയിലെ ആ ഒരു സ്ലേവിൻ്റെ ആ ഒരു പുറത്തേക്കുള്ള ചാട്ടം വളരെ കുറവായതിനാൽ തന്നെ ഫ്രെയിമും ഡോറും നമ്മൾ ഉള്ളിലോട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. സ്ലേവ് വാർത്ത ഒരു കിച്ചണൊക്കെ ആണെങ്കിൽ, ഇതേപോലെ സ്ലേവ് വാർത്ത ഒരു കിച്ചൺ ആണെങ്കിൽ മുകളിലിരുന്ന ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ അതിൽ ഗ്രാനൈറ്റിൻ്റെ ആ ഒരു ഏരിയ പുറത്തേക്ക് ഒരു 3 ഇഞ്ചോളം ചാടിച്ചിടേണ്ടതാണ്. അപ്പോൾ ഇവിടുത്തെ ലോഫ്റ്റ് ഏരിയ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് കവറിങ് ആയിട്ടാണ്, ഫ്രെയിം ചെയ്ത് ജസ്റ്റ് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതേപോലെയുള്ള വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. കേരളത്തിൽ എല്ലായിടത്തും ഞങ്ങൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ സെക്കൻഡ് കിച്ചൺ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. സെക്കൻഡ് കിച്ചണിലാണ് ഡ്രോയർ ബാസ്ക്കറ്റുകൾ ചെയ്തത്. കട്ട്ലറി ബാസ്ക്കറ്റ് പിന്നെ അതുപോലെ പ്ലേറ്റ് ബാസ്ക്കറ്റ്, ഓയിൽ പുള്ളൗട്ട് 3 ബാസ്ക്കറ്റുകളാണ് സെക്കൻഡ് കിച്ചണിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.